നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ലഞ്ച് ബോക്സിലും കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലഞ്ചിനും ഉപയോഗിക്കാം. അങ്ങനെയുള്ളൊരു റെസിപ്പിയാണ്. കൂടെ തന്നെ ഒരു സൈഡ് ഡിഷ് പൊട്ടാറ്റോ ഫ്രൈയും. അപ്പോൾ ഇത് ടൊമാറ്റോ ബേലെ ബാത്താണ് ഇതിൻ്റെ പേര്. സാധാരണ ടൊമാറ്റോ റൈസ് അല്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എന്നാലേ നിങ്ങൾക്ക് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചു എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ 1 കപ്പ് അരി, 175 ml കപ്പാണ് കേട്ടോ അത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഏത് കപ്പിലാണോ അളക്കുന്നത് അതിൽ തന്നെ 1/2 കപ്പ് തുവരപ്പരിപ്പ്. നമുക്ക് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം 2-3 പ്രാവശ്യം. എന്നിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഇപ്പോൾ 1 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് 4-5 വിസിൽ വരുന്നതുവരെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ സോന മസൂരിയോ ബാസ്മതി റൈസോ ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഞാൻ ബാസ്മതി റൈസാണ് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾ അരി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് 4-5 വിസിൽ വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് മസാലകളോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കുമ്പോൾ നല്ല രുചിയാണ്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് പിന്നീട് ചേർക്കേണ്ട കുറച്ച് കാഷ്നട്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. പിന്നെ പച്ചമുളക് ഞാൻ ഇതുപോലെ നടുകെ മുറിച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്ത തക്കാളി, 3 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയും ഇതൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് നല്ലപോലെ ചേർന്ന് വരണം. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടിയും സാധാരണ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, ഒരു കളറും കിട്ടും, അധികം എരിവും ഉണ്ടാവുകയില്ല കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരുവിധം ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കായപ്പൊടി. അപ്പോൾ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ്. നമുക്ക് ശർക്കര, പൊടിച്ച ശർക്കരയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അത് ചേർക്കുമ്പോൾ നമുക്ക് ആ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസായി നല്ലൊരു രുചിയാണ് കിട്ടുക നമുക്ക്. പിന്നെ അതിലേക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് അപ്പോൾ ശർക്കരയും ചേർത്ത് കഴിഞ്ഞു. നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ, അത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നല്ലപോലെ വഴണ്ട് വെന്ത് ഉടഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. ഒരു 500 ml വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക ആദ്യം. പിന്നെ നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കി എടുക്കാൻ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വീണ്ടും വേണമെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത്. അപ്പോൾ ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും പരിപ്പും വേവിച്ച് വെച്ച് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ലൂസായിട്ട് വേണം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവാൻ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയും മല്ലിയിലയുമാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു രുചിയാണ് ഇതിന്. ബിസിബേല ബാത്തൊക്കെ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ അതേപോലെ നല്ലൊരു രുചിയുള്ള ഒരു റെസിപ്പിയാണിത്, ടൊമാറ്റോ ബേലെ ബാത്ത്. അപ്പോൾ ഇത് നിങ്ങൾ സാധാരണ ടൊമാറ്റോ റൈസിൻ്റെ ടേസ്റ്റ് അല്ല, നല്ല ബിസിബേലെ ബാത്ത് പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇതിന് ബാക്കിയുള്ള മസാലകളൊന്നും തന്നെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മല്ലിയിലയും കറിവേപ്പിലയും നെയ്യും ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ ബേലെ ബാത്ത് റെഡിയായി. അപ്പോൾ ഇതിനൊരു സൈഡ് ഡിഷ് പൊട്ടാറ്റോ ഫ്രൈ. അപ്പോൾ അതിന് ഞാൻ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു ഒരു പാനിലേക്ക്. എന്നിട്ട് നമുക്ക്
അതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഒരുപാട് മസാലകളൊന്നും തന്നെ യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇതായി കടുക് പൊട്ടിക്കഴിഞ്ഞു, ജീരകവും ചേർത്തു. ഇനി നമുക്ക് ചെറുതായി മുറിച്ചെടുത്ത നല്ല കനം കുറച്ച് മുറിച്ചെടുത്താണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ്. 2 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ളത് നല്ലപോലെ കഴുകിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ചെറു തീയിൽ വെച്ച് നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ റെഡിയാവും. രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ടൊമാറ്റോ ബേലെ ബാത്തും ഈ പൊട്ടാറ്റോ ഫ്രൈയും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറുതീയിൽ വെച്ച് അത് നന്നായി സോഫ്റ്റായി വരുന്നവരെ, ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വരുന്നത് വരെ നമുക്കതിലേക്ക് ചെറുതീയിൽ വെച്ച് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അതിലേക്ക് നമുക്ക് മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് ഒരുപാട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഞാൻ. വളരെ കുറച്ച് മാത്രമേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ 2 റെസിപ്പിയും നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് കൊടുക്കാനും നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തത്. അപ്പോൾ അതും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈയും റെഡിയാവും. അപ്പോൾ നമുക്കിത് ടൊമാറ്റോ ബേലെ ബാത്തിൻ്റെ കൂടെ ഈ പൊട്ടാറ്റോ ഫ്രൈയും ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കൂടെ തന്നെ വേണമെങ്കിൽ നമ്മൾ അരിക്കൊണ്ടാട്ടം വറുത്തതോ അല്ലെങ്കിൽ പപ്പടമോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ്. ചിപ്സോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.